Good morning. Today, 2nd December 2025. ഇന്നലെ കർമ്മനിയമത്തെക്കുറിച്ച് ഒരു വീഡിയോ ഒരു ഔട്ട്ഡോറായിട്ട് ചെയ്തിരുന്നു. അതിൽ പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു എന്നെനിക്ക് പിന്നീട് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീടും ഒരു ചിന്ത വന്നു. കുറച്ചുകൂടിയൊക്കെ വ്യക്തമാക്കാമെന്ന് തോന്നി. കർമ്മനിയമം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വിതച്ചത് തന്നെ നമ്മൾ കൊയ്യേണ്ടി വരും. നല്ല വിത്ത് വിതച്ചാൽ നല്ല ഇനം ഫലങ്ങൾ ലഭിക്കും. ചീത്ത വിത്ത് വിതയ്ക്കണമെങ്കിൽ അതിൽ കയ്പുള്ളൊരു ഗുരുവാണ് കഴിച്ചിട്ടെങ്കിൽ അതിൽ നിന്ന് ഫലമുണ്ടാകുന്നത് കയ്പുള്ളത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമുക്ക് പല മടങ്ങായിട്ട് വേറെ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചനുഭവിക്കേണ്ടി വരും. അതൊരു കർമ്മനിയമത്തിൻ്റെ ലോ ഓഫ് കോൺസിക്വൻസസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഇൻടാക്റ്റാണ്. അത് പ്രകൃതിയിലെ അലിഖിത നിയമമാണ്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചറാണത്. പ്രകൃതിയിലെ എല്ലാ രീതികളും നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇന്ന് ഇപ്പോൾ വീഡിയോയിൽ പറയാൻ വിചാരിച്ചത് സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി മികച്ചതാക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നത് കാണാൻ, സമൃദ്ധിയും അടക്കം വന്നു ചേരുന്നത് നമുക്ക് കാണാം. അപ്പോൾ സ്വഭാവ രൂപീകരണം, ഞാൻ നല്ല സ്വഭാവത്തിൽ തന്നെയല്ലേ, എനിക്കെന്താണ് കുഴപ്പം എന്നുള്ള തോന്നലുള്ളവരുണ്ടാവാം. കുറച്ചും കൂടി നല്ല റിഫൈൻഡ് ക്യാരക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം. അല്ലെങ്കിൽ ചെയ്യുന്ന ഇത് എന്തായാലും അതൊക്കെ ശരി തന്നെയാണ് എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവുക. ഓരോരുത്തരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചാണ്. ദ ട്രൂത്ത് ആർ ഡിഫറെൻറ്റ് ലെവൽസ് വിത്ത് ആൻഡ് ഡിഫറെൻറ്റ് ഫേസസ്. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലേ. നമ്മുടെ ശരി മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. നാം വിചാരിക്കുന്ന അറിവുകൾ, നാം ഇതുവരെ മനസ്സിലാക്കിയ അറിവിൻ്റെ തലങ്ങൾ നമ്മിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. നമ്മുടെ ചുറ്റുപാടുകളും, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അറിവ്, സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവ്, കോളേജിൽ നിന്ന് കിട്ടിയ അറിവ്, ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയ അറിവ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കിട്ടുന്ന അറിവുകൾ. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് മുഴുവനും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ലളിതമാണ്. പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. അതുകൊണ്ട് അറിവിൻ്റെ തലം വ്യത്യാസപ്പെട്ടു തുടങ്ങി. അതുമാത്രമേ അറിവുള്ളൂ. നാം മനസ്സിലാക്കിയതും നമ്മുടെ മനസ്സിലാക്കലിൻ്റെ ശക്തി, നമ്മുടെ സോൾ എന്ന് പറയേണ്ട നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ഉന്നതമായ അവബോധത്തെ എത്രമാത്രം കാര്യങ്ങളെ ശരിയായി ആക്യുറേറ്റ് പെർസെപ്ഷൻ ഉണ്ടാക്കാനായിട്ട് പെർസെപ്ഷൻ എത്രമാത്രം വികസിച്ചതാണെന്നുള്ളത് ഓരോരുത്തരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ശരിയായിട്ട് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യന്മാർക്ക് പലതരത്തിൽ തന്നെയാണ്. അത് അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ച്. നാം അറിഞ്ഞത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കുന്നവരുണ്ട്. സ്റ്റബേണായിട്ട് അവരത് തന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആശയങ്ങൾ, അവരുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് ദെയർ പൊളിറ്റിക്സ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ. ഞാനിവിടെ ഉദ്ദേശിച്ചത്, സത്യത്തിന് ഒരു മുഖമുണ്ടത് നമുക്ക് ആദ്യത്തെ മുഖമാണ്, നമുക്കറിയുന്ന ആദ്യത്തെ തലമാണ്. പിന്നീട് നമ്മൾ ഇവോൾവ് ചെയ്ത് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം വീണ്ടും ആർജിച്ചു വരുന്ന അറിവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വേറെ തലത്തിലേക്ക് എത്തുന്ന ഒരു ലെവലുണ്ട്, സെക്കൻഡ് ലെവൽ ഓഫ് ട്രൂത്ത്. ആദ്യം ഫസ്റ്റ് ലെവൽ ഓഫ് ട്രൂത്ത് ആണ്, ദെൻ സെക്കൻഡ് ലെവൽ ഓഫ് ട്രൂത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. പിന്നീട് ലൈഫ് എക്സ്പീരിയൻസിൽ കൂടിയും നമുക്ക് ധാരാളം എവല്യൂഷൻ, പരിണാമങ്ങൾ, അറിവുകൾ, വിസ്ഡത്തിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള, അത് അന്വേഷിക്കുവാനുള്ള ത്വരയാണ് ഒരു യോഗി സാധകനിൽ നിന്നും ഉണ്ടാകുന്നത്. ഞാൻ കാണുന്നത് മാത്രമല്ല
കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നതും വായിച്ച് മനസ്സിലാക്കിയതും അറിഞ്ഞതും വായിച്ച് മനസ്സിലാക്കിയ വലിയ വലിയ അറിവുകളും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ പല കാര്യങ്ങളുമുണ്ടോ എന്നുള്ള ചിന്ത വരികയും അത് അന്വേഷിക്കുകയും അതിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു അടുത്തൊരു ലെവലാണ് തേർഡ് ലെവൽ ഓഫ് ട്രൂത്ത്. അത് യോഗിക് സാധനകളും അതിനോട് ബന്ധപ്പെട്ട ധ്യാന സമ്പ്രദായങ്ങളും സ്വഭാവ രൂപീകരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഉരുത്തിരിയുന്നതാണ്. ആന്തരികമായ ഒരു ലോകത്തു നിന്നുള്ള അറിവെന്ന് പറയുന്നത് നാം കാണുന്നത് ഒരു ഫിസിക്കൽ വേൾഡിലെ കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ മാത്രം ഉള്ള രീതിയിലാണ് അതിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫിസിക്കൽ റിയാലിറ്റിയിൽ ഉള്ള കാര്യങ്ങളെ കാണാനുള്ള രീതിയിലാണ് നമ്മുടെ കണ്ണിനെ ലെൻസ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു വ്യത്യസ്തമായ പരിശീലനം കൊണ്ട് ചില വ്യത്യസ്തമായ പരിശീലനങ്ങൾ കൊണ്ട് നമുക്ക് വേറെ കുറേ സത്യങ്ങളും കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് പറയുമ്പോൾ അത്രമാത്രം വ്യക്തത ഉണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതും ഈ ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട് എന്നറിയണം. ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനും അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. മുന്നേ പറഞ്ഞ ആശയങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന്, അല്ലേ? ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, നിത്യേന കണ്ടെത്തലുകൾ ഈ റെക്കോർഡിക്കലി ഡോക്യുമെൻ്റലി ഇല്ലാത്ത കാര്യങ്ങൾ ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ഇനി ശാസ്ത്രജ്ഞർ അംഗീകരിച്ചാലും അത് ശാസ്ത്രലോകം അംഗീകരിക്കുന്നില്ല. അതിന് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും അവരുടേതായ ചില മനസ്സിലാക്കലുകൾ ഉണ്ടായാൽ തന്നെ, അത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ അതിനെ തെളിവ് നിരത്താനൊന്നും സാധിക്കാത്തതുകൊണ്ട് പല അറിവുകളും റിവീൽ ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ലെവൽ ഓഫ് ട്രൂത്തുകളെ കുറിച്ച് പറയാനല്ല ഉദ്ദേശിച്ചത്. ഡിഫറെൻറ്റ് ഫേസുകൾ, ഓരോന്നിനും വ്യത്യസ്ത മുഖങ്ങളുണ്ട് എന്ന് പറയാനല്ല. ആ സബ്ജക്റ്റ് നമുക്ക് വേറൊരു ദിവസം വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്, നാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സദ്ഗുണ സമ്പന്നമാകുകയാണെങ്കിൽ ആ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. നമ്മിൽ അസ്വസ്ഥത മാത്രമല്ല, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥകളിലുള്ള ഊർജങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് തിരിച്ചറിയണം. നമുക്ക് ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചറി ഒരു സ്വഭാവരോഗി തുടക്കത്തിലേ നമ്മൾ പരിശീലിക്കേണ്ട ഒരു രീതിയാണ്. സ്നേഹകാരുണ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. സഹജീവികളോട് സ്നേഹമുണ്ടാവാനായിട്ട് നാം പരിശീലിക്കുക. എല്ലാതും നമ്മുടെ ഭാഗം തന്നെയാണെന്നും ഈ സമസ്ത ജീവജാലങ്ങളും, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും ഒന്നിൽ നിന്നും തുടങ്ങിയതാണ് അതെല്ലാം എന്നറിയുകയും, നാം ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തെ ആളുകളാണ് ഈ ലോകത്ത് മുഴുവനുള്ളതെന്നും ഒരു ശക്തിയിൽ നിന്നാണ് നാം എല്ലാം ജനനം കൊണ്ടതെന്നും ആ ശക്തിവിശേഷം നിലനിൽക്കുമ്പോൾ നാം എല്ലാതുമായി അത് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നാം അതിൻ്റെ കീഴിലാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്കെല്ലാവരും നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കളാണ്. ഏത് മതങ്ങളൊക്കെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് ഉയർത്താനും ഒരു അറിവിൻ്റെ തലത്തിലേക്ക്, ഒരു ഈശ്വരനെ ഭജിച്ച് ആളുകളെ നന്നാക്കാനും അതിലുള്ള ചിട്ടകളൊക്കെ പഠിപ്പിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാക്കിയ ചില ബൗണ്ടറികളാണ്. അതിൻ്റെ അപ്പുറത്തും വലിയ അറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാം സ്വഭാവ രൂപീകരണം എങ്ങനെയാണ് ശരിയും തെറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതും ആപേക്ഷികം തന്നെയാണ്. എന്നാലും മറ്റുള്ളവരിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുക. ഗോൾഡൻ റൂളാണ് ഇതല്ലേ, നമുക്ക് അറിയാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ റൂൾ: നിന്നോട് മറ്റുള്ളവർ എന്ത് ചെയ്യരുതെന്ന് നീ ആഗ്രഹിക്കുന്നുവോ നീ അത് മറ്റുള്ളവരോടൊന്നും ചെയ്യാതിരിപ്പിൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വേറൊരു തലമുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക. ഉദാഹരണം, ഇന്നലെ പറഞ്ഞ കർമ്മ നിയമത്തെ കുറിച്ച് പറഞ്ഞതുപോലെ,
നമ്മിൽ ഉള്ളത്, നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ചെറിയൊരു ശതമാനം തീരെ ഇല്ലാത്തവന് കുറച്ച് പങ്കുവയ്ക്കുക. അയൽവാസിയെ സ്നേഹിക്കാനൊക്കെ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്തുമസ് അടുത്ത് വരികയാണല്ലോ, അതായിരിക്കും ക്രിസ്തു മനസ്സിലിങ്ങനെ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, നീ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കൂ, നീ ശത്രുവിനെ സ്നേഹിക്കുന്നു പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശത്രുവിന് ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു അപകടകാരിയായ ഒന്നിനെ നമ്മോട് ചേർത്ത് പിടിക്കണമെന്നല്ല, അതിനെ നമുക്ക് മനസ്സിലാക്കാനും അത് അതിൻ്റെ സാഹചര്യങ്ങളും അറിവില്ലായ്മ കൊണ്ടും ആക്സെപ്റ്റ്, അങ്ങനെയാണ് ആ സോള് അത്ര ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യാൻ നമുക്ക് അറിവില്ലാതെ തെറ്റ് ചെയ്തു പോകുന്നതാണ്. ആരും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ചിലപ്പോൾ അറിഞ്ഞിട്ട് തന്നെയായാലും അത് അവരുടെ ഉള്ളിലെ ഒരു ഉൾപ്രേരണ ആ തലത്തിലായതുകൊണ്ട്, അവരുടെ എവല്യൂഷൻ ചെറുതായിരിക്കുന്നത് കൊണ്ട്, അവർക്ക് ആന്തരികമായ പരിണാമങ്ങളില്ലാത്തത് കൊണ്ട് അവരത് ചെയ്തു പോകുന്നു. പലപ്പോഴും അത് ചെയ്തു കഴിഞ്ഞിട്ട് അത് കുറ്റബോധം വരുന്നുണ്ടെങ്കിലും പിന്നീടും അത് കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ചില എനർജികൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വൈറ്റൽ എനർജീസ് മൃഗങ്ങളുടെ ആയാലും എല്ലാ ജീവജാലങ്ങളുടെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നാം പരിശീലിക്കുന്ന ലവിങ് കൈൻഡ്നെസ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കാം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക, അഭിപ്രായം പറയാതിരിക്കുക, വിലയിരുത്താതിരിക്കുക. എല്ലാവരും ദൈവികമായ പ്രഭയുള്ളവരാണെന്ന് തിരിച്ചറിയുക. ലവിങ് കൈൻഡ്നെസ്, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുക, ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുക. ഈ ഫൊർഗീവ്നെസ് ഒക്കെ വളരെ അത്ഭുതകരമായ ഒരു രോഗശാന്തി തരുന്നതാണ്. നമുക്ക് മറ്റുള്ളവർ രോഗമുണ്ടാകുന്നതിന് പല കാരണങ്ങളിൽ ഒന്നാണ് നമ്മിലുള്ള ഈ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഊർജ്ജം നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മുടെ തന്നെ ശരീരത്തിൽ കെട്ടിക്കിടന്ന് നമ്മുടെ ശരീരഭാഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനെയൊക്കെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നാം ആ വിചാരങ്ങളെ നാം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഫൊർഗീവ് ചെയ്യാനായിട്ട് പഠിക്കുക, അത് മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക, വൈരാഗ്യത്തെ കളയുക. വൈരാഗ്യം നമുക്ക്, വെറുപ്പ്, വിദ്വേഷം നമുക്ക് തന്നെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചറിയണം. അത് എങ്ങനെയാണെന്ന് ചോദിക്കും അല്ലേ? നാം എന്താണ് ചിന്തിക്കുന്നത്? ചിന്ത ഊർജമല്ലേ? ചിന്തയിൽ അത് നെഗറ്റീവ് തോട്ടാണെങ്കിൽ അത് എന്താണ് സംഭവിക്കുക? നമ്മൾ വേറൊരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി, വെറുപ്പോടു കൂടി, അസൂയയോടു കൂടി ചിന്തിക്കുമ്പോൾ നമ്മിൽ ആ ഊർജം അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങുന്നു. നിറഞ്ഞ് അത് നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്നു പുറത്തേക്ക്. ഈ എനർജി സെൻറ്റേഴ്സിൽ കൂടെ അതിനെ റിജക്റ്റ് ചെയ്ത് കളയുന്നു. ആ റിജക്റ്റ് ചെയ്യുന്ന ഊർജം മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കുമെന്നുള്ളത് തർക്കമൊന്നുമില്ല. നാം ആരെക്കുറിച്ചാണോ കണ്ടിന്യൂസ് ആയിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റഡ്ലി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ഊർജ്ജ ശരീരത്തിന് മുറിവ് പറ്റും. അവരുടെ എനർജി സെൻറ്റേഴ്സിൽ കൂടെ അത് കടന്നു പോയി അവർക്ക് അസ്വസ്ഥങ്ങളും ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറിച്ച് അതിനേക്കാൾ കൂടുതൽ 10 മടങ്ങായിട്ട് നമ്മെ തന്നെയാണ്, നമ്മിൽ നിന്നും വരുന്ന ചീത്തയായിട്ടുള്ള വികാരങ്ങളൊക്കെ അത് പുറത്തേക്ക് പോയത് പുറത്തേക്ക് പോയി കുറേയൊക്കെ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് കയറിപ്പോയി അവിടെ ഒരു കർമ്മദോഷത്തിന് കാരണമായി. നമുക്ക് ശിക്ഷിക്കാനുള്ള അവകാശമൊന്നുമില്ലല്ലോ അല്ലേ? അവരുടെ അറിവിൻ്റെ തലം കൊണ്ടാണ് അവരത് ചെയ്തു പോയത്. അതുകൊണ്ട് നമുക്ക് അത് ദൈവികമായ തലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കർമ്മ അതായി ഇരിക്കട്ടെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വെറുപ്പിൻ്റെ ചിന്തകൾ മറ്റുള്ളവരിൽ ചെന്ന് മുറിവേൽപ്പിച്ചാൽ അതൊരാളെ മുറിവേൽപ്പിച്ചത് തന്നെയാണ് ഈ പ്രകൃതി മനസ്സിലാക്കുക. അതിൻ്റെ പരിണതഫലം നാം അനുഭവിക്കേണ്ടി വരും. മറിച്ച് എല്ലാ ഊർജവും അവിടെ ഡിസർവ് ചെയ്തു എന്ന് വരില്ല നമ്മിൽ നിന്ന് പുറപ്പെട്ടത്. അത് തിരിച്ച് ഈ നേച്ചറിൽ തന്നെ, അറ്റ്മോസ്ഫിയറിൽ തന്നെ നിൽക്കുകയും അതെവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യും. നമ്മിൽ നിന്നാണ് ആ ചിന്ത പുറപ്പെട്ടതെങ്കിൽ അതിന് പല സ്ഥലത്തും കയറാൻ നോക്കിയപ്പോൾ ഒരിക്കലും എല്ലായിടത്തും വാതിലടച്ചിട്ടിരിക്കുക, അവിടെ ഒന്നും കയറാൻ അനുവദിക്കപ്പെടുന്നില്ല. എവിടെയെങ്കിലും ജീവിക്കണമല്ലോ സൂക്ഷ്മമായ ഈ ചിന്തയുടെ ഊർജ്ജകണങ്ങൾക്ക്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. എവിടെ നിന്നാണോ അത് ജനനം കൊണ്ടത്
ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയ ആളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് വന്നാൽ എന്താ കുഴപ്പം? തിരിച്ചു വന്നാൽ നമ്മുടെ ഓറയിൽ തന്നെ അത് കെട്ടിക്കിടക്കും. കാരണം ഗ്രഹനാഥന് വീട് തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ തയ്യാറാക്കിയതാ. അങ്ങനെ നമ്മിൽ തന്നെ പ്രവേശിച്ച ഈ ചിന്തയുടെ ശകലങ്ങൾ, ചിന്തയുടെ ഊർജം, അത് പലപ്പോഴും മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടും അതിന് വികാസം പ്രാപിച്ചിട്ടുണ്ടാവും. അത് കൂടുതൽ ശക്തിയായിട്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് നമ്മുടെ ചക്രകളെയും വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ആൻഡ് മെറീഡിയൻസ്, നാഡികളെയൊക്കെ അത് സ്വാധീനിക്കുകയും നമ്മുടെ ചില ഭാഗങ്ങളിലേക്ക് എനർജി എവിടെയെങ്കിലും ചെന്ന് അതിന് മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വന്ന് അത് ഉറഞ്ഞുകൂടി അവിടെ സ്വെല്ലിംഗ് ഉണ്ടായി, ഇൻഫ്ലമേഷൻ ഉണ്ടായി, അവിടെ പിന്നീട് രോഗങ്ങളായിട്ട് മാറും. അപ്പോൾ നമുക്ക് രോഗമുണ്ടാകുന്നതിന് അധികം കാരണവും നാം തന്നെയാണ്. മറ്റുള്ളവരെ വിമർശിച്ച് സ്ലാൻഡറസ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുപ്പോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അസൂയ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമുക്ക് തന്നെ ദോഷമായി തീരുമെന്നുള്ളൊരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. അപ്പോൾ ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചുറി, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുക. ക്ഷമിക്കാനുള്ള കഴിവ് വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ വളർത്തിയെടുക്കണം. അത് യോഗിക് സാധനകളിൽ കൂടെ ചില പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. അതുപോലെ നോൺ ഇഞ്ചുറി. എന്താണ് നോൺ ഇഞ്ചുറി? മുറിവേൽപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു കൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഈ ചിന്തകൾ എക്സസീവ്ലി അവരെ ചെന്ന് മുറിവേൽപ്പിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഊർജ്ജ ശരീരത്തെയും അവരുടെ എനർജി സെൻറ്റേഴ്സിനെയും ഒക്കെ അത് മുറിവേൽപ്പിക്കും. ആ മുറിവ് നമുക്ക് ഉണക്കാൻ പറ്റില്ല. മാത്രമല്ല, നാം ചില വാക്കുകൾ ഉപയോഗിച്ച് ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അവരുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. ആ വെറുപ്പ്, ദേഷ്യം, അസൂയ കാണിക്കാൻ നാം ചെയ്യുന്ന ചില പ്രവൃത്തികൾ അവരുടെ ഉള്ളിൽ മുറിവേൽക്കപ്പെടും. ചില വാക്കുകൾ പറഞ്ഞാൽ അത് അവരുടെ ഊർജ്ജ ശരീരത്തെ, അവരുടെ ചിന്താമണ്ഡലത്തെ അത് മുറിവേൽപ്പിക്കുകയും അത് ജീവിതകാലം മുഴുവൻ ആ മുറിവ് അവിടെ ഉണങ്ങാതെ നിൽക്കാനും സാധ്യതയുണ്ടാകും. അവിടെ ആ മുറിവ് ഉണങ്ങാതെ നിൽക്കുന്നിടത്തോളം കാലം അവരിൽ നിന്നുള്ള ഊർജം, നാമാണ് അതിന് കാരണക്കാരനായത് ആ മുറിവേൽപ്പിക്കുന്നതിന്. ആരാണോ അത് കുഴിച്ചിട്ടത്, ആരാണോ അത് വിതച്ചത്, അയാളിലേക്ക് പല മടങ്ങായി അത് തിരിച്ചു വരും. കർമ്മനിയമം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ മുറിവേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വസ്തു കൊണ്ട് മുറിവേൽക്കൽ മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഈ പ്രപഞ്ചത്തിലെ ജീവരാശികൾക്ക് ഉണ്ടാകുന്ന മുറിവുകൾ, വാക്കുകൾ കൊണ്ടുള്ള മുറിവ്, മാനസികമായിട്ട് ചിന്തകൾ കൊണ്ടുള്ള മുറിവ്, പ്രവൃത്തികൾ കൊണ്ടുള്ള മുറിവ് ഒക്കെ അവർക്ക് സ്വാധീനപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് പരിശീലിക്കണം? ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചുറി വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പരിണാമം, നമുക്ക് ഓരോ കാലഘട്ടങ്ങളും കടന്നു വരുമ്പോൾ ബാഡ് ലക്ക് ഇല്ലാതിരിക്കാനും എല്ലാ കാര്യങ്ങളും മികച്ചായിട്ട് നടക്കാനും ഒക്കെ നാം ഈ പരിശീലനങ്ങൾ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും. എന്താണ് ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചുറി? ഓർക്കുക, ലവിങ് കൈൻഡ്നെസ്, ദയാവായ്പുണ്ടായിരിക്കുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അവർക്ക് മുറിവേൽപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതകളെ നാം മാറ്റിക്കളയുക എന്നുള്ളതാണ്. ഹീലിംഗ് സയൻസൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വയമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കളയാനൊക്കെ സാധിക്കും. ചീത്തകളെ കളഞ്ഞ് നല്ല ശുദ്ധമായ ഊർജ്ജത്തെ കൊടുത്തുകൊണ്ട് നമ്മെ ഒരു പരിണാമത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അടുത്തത് ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ് ആണ്. എന്താണ് ജനറോസിറ്റി? ഉദാരത. നമുക്ക് ഇല്ലാത്തവൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ഉദാരത തന്നെയാണ്, അല്ലേ? അത് മാത്രമല്ല, നമ്മോടൊരു സംശയം ചോദിക്കണം, ഒരു അറിവിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാത്ത ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറലല്ല. അവർക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറാവുക. അത് ജനറോസിറ്റിയാണ്, ഉദാരതയാണ്. ഉദാരത നാം പരിശീലിക്കേണ്ടതാണ്. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന,
ആശുപത്രിയുടെ കവാടത്തിൽ നിൽക്കുന്ന ഒരാളോട് സ്നേഹത്തോട് പുറത്ത് തട്ടി കുറച്ച് പൈസ ഞാൻ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ മരുന്ന് വാങ്ങിച്ച് തരട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതുപോലെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പൈസയില്ലാതെ, പുസ്തകം മേടിക്കാൻ പൈസയില്ലാതെ, എക്സാം ഫീ അടയ്ക്കാൻ പൈസയില്ലാതൊക്കെ ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ അതിന് പറ്റുന്നൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചാരിറ്റി പ്രവർത്തനങ്ങളെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി പൈസ ഡംപ് ചെയ്യല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, അതല്ല വേണ്ടത്. നമുക്ക് ഇൻഡിവിജ്വലി നമ്മുടെ ചുറ്റും തന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആരും അറിയാതെ സ്വകാര്യമായിട്ട് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റും. അറിയിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഈ സൂക്ഷ്മ അവബോധം അത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ ദോഷത്തെ ഈ സഹായം കൊണ്ട് അതിൻ്റെ ശക്തി കുറയ്ക്കുന്നുണ്ട്. വലിയ രീതിയിൽ വരാനിരുന്ന ഒരു ബാഡ് ലക്ക് ചില ചെയ്ത നന്മകൾ കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങളില്ലാതെ, ആപത്തുകളില്ലാതെ നമ്മെ നന്മയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് നന്മകൾ, ലക്കുകൾ ഉണ്ടാവാൻ അത് സഹായിക്കും, നമ്മുടെ നല്ലതായിട്ടുള്ള ഈ പരിശീലനം. അപ്പോൾ ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചറി, ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിങ്. മറ്റുള്ളവരുടെ ഒന്നും കവർന്നെടുക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സ്നേഹം കവരുക എന്ന് പറഞ്ഞാലും അത് കളവ് തന്നെയാണ്. മറ്റുള്ളൊരാൾ എഴുതിയ കവിത എടുത്ത് മോഷ്ടിച്ച്, എൻ്റെ പഴയ ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടിയ ഒരു കവിത എടുത്ത് അത് എൻ്റെയാണെന്ന് പ്രസിദ്ധീകരിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ ഒരു ചിത്രം ഒരാളുടെ ആശയം മറച്ചു വെച്ച് നാം കോപ്പി ചെയ്ത് ചെയ്യുക, ഒരു എഴുതിയ കഥ മോഷ്ടിക്കുക, എന്നിട്ട് സ്വന്തമാണെന്ന് പറയുക, എന്നിട്ട് അതുകൊണ്ട് പ്രശസ്തമാവുക. കോപ്പിറൈറ്റുള്ള CD-കൾ, ചിത്രങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കോപ്പിറൈറ്റുള്ള മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കേൾക്കാൻ ഒരു അനുമതി തന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന്, അതുപോലെ തന്നെ പൈറേറ്റ് ചെയ്തുള്ള CD-കൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, നമുക്ക് പലപ്പോഴും നമ്മൾ വിൻഡോസൊക്കെ ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോയെന്നറിയില്ല. മുമ്പ് നമുക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. ചില സ്ഥലത്ത് സിസ്റ്റം, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ വലിയ വിലയിൽ വ്യത്യാസം. സെയിം ഇതിന് തന്നെ എന്തുകൊണ്ടാണ് വില കുറവ് എന്ന് നമുക്കറിയുമായിരുന്നില്ല. കമ്പനി, ആ ഷോപ്പുകാരൻ കുറച്ച് തന്നതാണെന്ന് വിചാരിക്കുക. പക്ഷേ ആക്ച്വലി അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് അധികം കയറ്റിയിട്ടുണ്ടാവുക. അത് ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ വിൻഡോസ് തയ്യാറാക്കിയ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ആണല്ലോ അധികം നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാം. മറ്റുള്ളതും ഉണ്ടായിരിക്കാം. എനിക്ക് ഈ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ് നമ്മളെപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് പല ലെവലുകളിൽ അതുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ അതിന് ഒരുപാട് ജീവനക്കാരെ വെച്ച് ശമ്പളം കൊടുത്ത് അതിൻ്റെ സിസ്റ്റംസ് ഉണ്ടാക്കാനും അതിൻ്റെ പ്രോഗ്രാമിംഗ് ഉണ്ടാക്കാനും ഒക്കെ ചെയ്ത് അത് തയ്യാറാക്കാൻ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ റോയൽറ്റി അതിന് ഓരോ കമ്പ്യൂട്ടറിലും അത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് പൈസ കൊടുത്ത് തന്നെ മേടിക്കുക. ഒരു ചെറിയ പൈസയുടെ വ്യത്യാസത്തിന് നമ്മളൊരു കർമ്മബാധ്യത ഏറ്റെടുക്കരുത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തത് അവരുടെ പെർമിഷൻ ഇല്ലാതെ നാം സ്വീകരിക്കുന്നത് അത് കളവായിട്ട് തന്നെ സ്വീകരിക്കും. മറ്റുള്ളവരുടെ സ്നേഹബന്ധങ്ങൾ തട്ടിയെടുക്കുന്നത് കളവ് തന്നെയായിട്ടാണ് ഈ പ്രകൃതി മനസ്സിലാക്കുക എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ ജനറോസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പറയാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു എന്ന് പറയണേ, ചേച്ചി എനിക്ക് ഒരു പാട്ടൊന്ന് പഠിപ്പിച്ചു തരുമോ, എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ പാടാനാണ്, ചേച്ചി നന്നായിട്ട് പാടുമല്ലോ. അത് എനിക്ക് സമയമല്ല കുട്ടി, എനിക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. ആ കുഞ്ഞിനെ നിരാശപ്പെടുത്താതെ, നമുക്ക് പഠിക്കാൻ മാത്രമല്ല സമയമുള്ളത്, പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള സമയവും ഒരു ചെറിയ പാട്ട് 2 വരിയെങ്കിലും ഒരു ദിവസം പഠിപ്പിച്ച് ഉള്ള സമയത്ത് നാം മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് സമയം കളയുന്ന റീലുകൾ അതൊക്കെ കാണുന്ന സമയം, ഷോർട്സൊക്കെ കാണുന്ന സമയത്ത് എത്രയോ സമയം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നൊരു കുറച്ച് സമയം കടമെടുത്തുകൊണ്ട് ആ കുഞ്ഞിന് അത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണോ ആ സമയത്ത് എനിക്ക് ആകെ ബിസി, തിരക്കാണ്, ഞാൻ എല്ലാത്തിലും തിരക്കാണ് എന്ന്. ഈ തിരക്ക് എന്ന് പറയുന്ന ആളുകൾ ഒരു തിരക്കും അവരുടെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് വരുന്നുണ്ടായിരിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അമിതമായ തിരക്ക് പറയുന്ന ആളുകൾക്ക് അവർക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. വലിയ ആളുകളെ കണ്ടിട്ടില്ലേ,
അവർ ശാന്തരായിരുന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല, അവർ വളരെ ശാന്തരായിരിക്കും. പക്ഷെ മറിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി ഏത് കാര്യത്തിലായാലും വലുതായിരിക്കും. ശാന്തമായി എന്തെങ്കിലും ചെയ്താൽ കൃത്യമായ മനസ്സിൻ്റെ ബാലൻസിൽ കൂടെ എന്തെങ്കിലും തിരക്ക് അഗ്രസീവ്നെസ് ഒന്നിനെയും മുകളിലേക്ക് കൊണ്ടുപോകില്ല. ഡൈനാമിക് ആയിരിക്കണം. മറിച്ച് ഓടി നടന്ന് വളരെ തിരക്ക് പിടിച്ച ആളുകൾ ശ്രദ്ധിക്കണം, ബാലൻസ് ചെയ്യുക, എന്നിട്ട് അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചുറി നമ്മൾ പഠിച്ചു. ജനറോസിറ്റി, ഉദാരത, ഉള്ളതിൻ്റെ ഒരു ചെറിയ ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് നാം തയ്യാറാവുക. അത് ഈ ലോഡ് ഓഫ് കർമ്മ അത് തിരിച്ചറിയുകയും നമ്മുടെ കർമ്മദോഷങ്ങൾ നമ്മളറിയാതെ നമ്മിൽ തന്നെ ഉറഞ്ഞുകൂടിയിട്ടിരിക്കുന്ന ചില കർമ്മബാധ്യതകൾ ആ ചെയ്ത സഹായം കൊണ്ട് പലപ്പോഴും അത് എടുത്ത് മാറ്റപ്പെടും. പലപ്പോഴും എന്നല്ല, നാം ചെയ്യുന്ന ഓരോ സദ്ഗുണങ്ങളും സത്പ്രവൃത്തികളും നമ്മുടെ നേരത്തെ നാം അറിയാതെ ചെയ്തതും അറിഞ്ഞു ചെയ്തതുമൊക്കെയുള്ള തെറ്റുകൾക്ക് ഒരു പരിഹാരമായിട്ട് മറ്റുള്ളവർക്ക് ഉദാരമായി സഹായം ചെയ്യുക. അവനവന് ശേഷിക്കുന്നതിൽ ഒരു ചെറിയ അവനവന് സാധിക്കുന്നത് അവരവരുടെ ശേഷിക്കനുസരിച്ച് മറ്റുള്ളവന്, ചുറ്റുഭാഗത്തുള്ള കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക, ജനറോസിറ്റി ഉണ്ടായിരിക്കുക. വലിയ വരുമാനമുള്ള ആളുകൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ചെറിയ വരുമാനമുള്ള ആളുകൾ ചെറിയ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം നാമൊക്കെ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് ലോകത്തിൽ. നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് എത്രമാത്രം ഭാഗ്യമുണ്ട്. നമുക്കുള്ള ചെറിയ കാര്യങ്ങളെ, ചെറിയ തടസ്സങ്ങളെയൊക്കെ നാം വളരെ കൂടുതലായിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നു. ആക്ച്വലി നിങ്ങളൊരു സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരുടെ വാർഡിൽ ഒന്ന് ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ, അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളൊന്ന് സന്ദർശിക്കുക. വെറുതെ ഒന്ന് കാണുക, ഒന്ന് നടന്നു നോക്കുമ്പോൾ നമുക്കറിയാം നാം എത്ര ഭാഗ്യവാന്മാരാണ്. ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നു എന്ന് നമുക്കതിൽ നിന്ന് തിരിച്ചറിയാം. അവിടെ ഒരു ജനറോസിറ്റി നടപ്പാക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ബ്രെഡും കുറച്ച് പഴമൊക്കെ വാങ്ങിച്ച്, നമ്മുടെ പറമ്പിലുണ്ടായതോ അല്ലെങ്കിൽ 2 കിലോ പഴമൊക്കെ വാങ്ങിച്ച്, അത്ര പൈസയൊന്നും അങ്ങനെ നമ്മൾ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആരെങ്കിലുമൊക്കെ വിശന്ന് നിൽക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാതെ ബൈസ്റ്റാൻഡേഴ്സോ ആർക്കോ വിശപ്പുള്ളത്, ഭക്ഷണമൊന്നും കിട്ടിയിട്ട് വന്നിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞ് വേവലാതി പിടിക്കുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഭക്ഷണം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ബ്രെഡും കുറച്ച് പഴം എടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കർമ്മദോഷങ്ങൾ, നാം ചെയ്തിട്ട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളുടെ കർമ്മഫലങ്ങൾ നമുക്ക് തീവ്രമായി ശക്തമായി അനുഭവിക്കാതിരിക്കാൻ ഈ വക ചെറിയ സഹായങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ജനറോസിറ്റി വേണം നമ്മുടെ ഉള്ളിൽ. എന്ന് വെച്ചാൽ എല്ലാതും അധികമായാലും അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ഉള്ളതൊക്കെ എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർ ഒന്നുമില്ലായ്മയിലേക്ക് പോകരുത്. നമുക്കുള്ളതിൽ നിന്ന്, നമുക്ക് മാറ്റിവെക്കേണ്ടതിൽ നിന്ന് ഒരു ചെറിയൊരു ശതമാനമില്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് കളവ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരിൽ നിന്നൊന്നും കളവ് ചെയ്യാതിരിക്കുക. അവരുടെ മനസ്സ് തന്നെ കളവാക്കിയിട്ട് നമ്മൾ പിടിച്ചെടുക്കാതിരിക്കുക. നമുക്ക് ഡിസർവ് ചെയ്യാത്തത് നാം കളവ് ചെയ്യുന്നതായിട്ട് തന്നെ ഈ പ്രകൃതി മനസ്സിലാക്കും. അതുപോലെ ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. നമ്മെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും അവരുടേതായ തലങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹം ഉണ്ടായിരിക്കും. ആ സമൂഹത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത് ഒരിക്കലും. വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൊണ്ട് നമ്മളെ കാര്യസാധ്യം സെൽഫിഷ്നെസ് ക്രിയേറ്റ് ചെയ്താൽ അവിടെയും കർമ്മദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്.
ഏറ്റവും പ്രധാനം നാം ചെയ്യുന്ന പ്രവൃത്തിയോട് നാം തന്നെ വിശ്വസ്തരായിരിക്കുക, നമ്മോട് തന്നെ നാം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. നാം വിശ്വാസം ഒരിക്കൽ ഇല്ലാതായാൽ നാം വിശ്വാസ്യത എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്നും നമ്മൾ വിശ്വസിച്ചോളണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നാമായിട്ട് ഒരു വിശ്വാസ്യത ഇല്ലാത്ത ഒരു സമയത്ത് ഇന്ന സമയത്ത് എത്താമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൃത്യമായിട്ട് എത്തുക. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെ വന്നാൽ പിന്നീട് അയാൾ വരും ഇത്ര സമയത്ത് വരും, കൃത്യം ആൾ പറഞ്ഞ സമയത്ത് വരും, അല്ലെങ്കിൽ പറഞ്ഞ നേരത്തെ അത് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് അത് ചെയ്തിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നാം വളരെ നിസ്സാരമായിട്ട് കരുതുന്ന പലതും വളരെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കാനോ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസ്യത നിലനിർത്തുക. ഒരിക്കൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസത്തെ തിരിച്ചെടുക്കാൻ അത്ര ഈസിയല്ല. ഇപ്പോൾ ഏറ്റവും സമ്പന്നനായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരാൾ, എല്ലാം കൊണ്ടും നിറഞ്ഞ് സമൃദ്ധിയോടും അഭിവൃദ്ധിയോടും കൂടി നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പലതും മാറ്റി മാറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തികളിൽ ഒരു വിശ്വാസ്യത ഇല്ലെങ്കിൽ അദ്ദേഹം നേടിയ പണം കൊണ്ടൊക്കെ എന്താ കാര്യം? ആർക്കും ആളെ വിശ്വാസമില്ലാതെ വന്നാൽ. അപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം നിലനിർത്താൻ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും അതിൽ ഒരു കൃത്യത കൊണ്ടുവരാനും അത് വിശ്വാസത്തിലേക്ക് മറ്റുള്ളവർക്ക് ആ വിശ്വാസം ആർജിക്കാനും അവിടെയൊക്കെ ചെറിയ ചെറിയ പരിണാമങ്ങളിൽ കൂടെ നാം വലിയ വലിയ തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. എന്ത് വന്നാലും സത്യമേ പറയൂ, സത്യം പറയാം. ചിലപ്പോൾ നമുക്ക് സത്യം പറയാനൊന്നും സാധിക്കുന്നവരല്ല. ഹോണസ്റ്റി ആൻഡ് നോൺ ലയിങ്, നമ്മൾ നമ്മോട് തന്നെ വിശ്വസ്തരായിരിക്കുക. നാം പലപ്പോഴും പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സത്യങ്ങൾ പറയും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അപ്രിയമായിട്ടുള്ള സത്യങ്ങളും പറയാതിരിക്കുക എന്നുള്ളതാണ്. കഴിയുന്നതും സത്യത്തിൽ നിലനിൽക്കുക. പക്ഷെ അത് വേറൊരാൾക്ക് ആ സത്യം ദോഷം ചെയ്യുമെന്നുണ്ടെങ്കിൽ നാം അതിനെക്കുറിച്ച് പറയാതിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് വിവേചന ബുദ്ധിയോടുകൂടി വേണം അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കാനായിട്ട്. സത്യം പറയാൻ ശ്രമിക്കുക. എത്ര വലിയ ഉന്നത തലത്തിൽ വിശ്വാസ്യത ആർജിച്ച ആളായാലും ചിലപ്പോൾ സത്യത്തിൽ നിന്നൊന്നും വ്യതിചലിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും. ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മുറിവോ വേദനയോ സമ്മാനിക്കുന്നതാണെങ്കിൽ അത് സത്യം പറയേണ്ട സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ള ഒരു കഥകളിലൊന്നാണ്. പണ്ട് ഒരു ഗുരുവിൻ്റെ വീട്ടിൽ ഗ്രാമവാസികളെല്ലാം കാലത്ത് വന്ന് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള അന്ന് കാലത്ത് അതിരാവിലെ ഗുരുവിൻ്റെ അവിടെയുള്ള മുഖ്യമായ പ്രധാന പുരോഹിതൻ്റെ അടുത്ത് വന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വന്ന് കുറച്ച് നേരം അവർ ഈശ്വര സാധനകളിൽ ഏർപ്പെടുമായിരുന്നു. അങ്ങനെ പലരും പല നാടുകളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും ഭക്ഷണ സാധനങ്ങളും കയ്യിൽ കൊണ്ടുവരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് വിതരണം ചെയ്യും. ആദ്യം ഗുരുവിനത് സമർപ്പിച്ചിട്ടാണ് അത് എല്ലാവർക്കും വിതരണം ചെയ്യുക. ഒരു ദിവസം ഗുരുവിന് സമ്മാനം സമർപ്പിച്ച ഒരു ഗ്രാമീണൻ്റെ സമ്മാനപ്പൊതിയും എടുത്ത് അദ്ദേഹം നേരെ വീടിനകത്തേക്ക് കടന്നുപോയി. കുറേ നേരം കഴിഞ്ഞിട്ടും കാണാനില്ല. കുറേ വൈകി അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ആരൊന്നും സംസാരിച്ചില്ല. സാധാരണ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അറിയാം ഇവർക്കൊക്കെ, കാലങ്ങളായിട്ടുള്ള രീതിയാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ നടന്നില്ല അന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഗുരുവിന് അവരതിനെ ആലോചിച്ചില്ല എന്നുള്ളതല്ല പ്രധാനം. വൈകുന്നേരമായപ്പോൾ ശിഷ്യർ ഗുരുവിന് എല്ലാവരും പോയതിന് ശേഷം ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഇന്ന് കൊണ്ടുവന്ന പലഹാരം ഒരു ഗ്രാമത്തിലെ ഒരാൾ കൊണ്ടുവന്ന പലഹാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പലഹാരം കൊടുക്കാനായിട്ട് എടുത്തപ്പോൾ അതിൽ ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ പൂപ്പൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തലേദിവസം ഉറക്കമൊക്കെ ഒഴിച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ചെങ്കിലും അതിൽ ചേർന്ന ചേരുവയിൽ എന്തോ അതുകൊണ്ട് അത് കേടായിട്ടുണ്ടായിരുന്നു. അതവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ
മറ്റുള്ളവർക്കൊക്കെ വയറിനൊക്കെ അസുഖം പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പുറകിലെ വഴിയിൽ കൂടെ പോയി, നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്ത് കൂടെ പോയി ഒരു കായലിൽ അത് ഒഴുക്കിക്കളഞ്ഞു. ആരും എടുത്ത് കഴിക്കാൻ പാടില്ലല്ലോ, തെറ്റി. അപ്പോൾ എന്നിട്ട് ഗുരു പറഞ്ഞു അത് ഞാൻ കഴിച്ചു എന്നാണ് ശിഷ്യരോട് ആദ്യം പറഞ്ഞത്. ഞാനത് കഴിച്ചു, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ കളവ് പറഞ്ഞത്, അവിടെ ഇരുന്നിരുന്ന ആളുകൾ, കൊണ്ടുവന്ന അയാൾക്ക് വല്ലാതെ മുറിവേൽക്കും. അദ്ദേഹം കഷ്ടപ്പെട്ട് കുറേ പേര് വരണതല്ലേ, അവർക്കൊക്കെ വേണ്ടി കുറേ സമയമെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പലഹാരം കേടായിപ്പോയി. അത് കേടായിപ്പോയല്ലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഗുരു പറഞ്ഞ ഒരു കളവായിരുന്നു. ഞാനത് മുഴുവൻ കഴിച്ചു, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ നാം മനസ്സിലാക്കേണ്ടത് നന്മയുടെ ഒരു തിരുനാളത്തെ തന്നെയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന ആളെ മനസ്സിന് പോലും ചെറിയൊരു നോവ് ഉണ്ടാക്കരുത്, വേദന ഉണ്ടാക്കരുതെന്ന് ആ ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നുണ പറയാതിരിക്കുന്നത്, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക, മറിച്ച് നുണകൾ പറയാതിരിക്കാൻ വേണ്ടി ഒരു പരിശീലനം നമുക്ക് ചെയ്യാം. പരിശീലനം ചെയ്ത് നുണ പറയില്ല എന്ന് വിചാരിക്കാം. നുണകൾ ജീവിതത്തിൽ ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പല കാര്യങ്ങൾക്കും, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് നുണ പറയാതിരിക്കാൻ ശീലിക്കാം. ഇന്നു മുതൽ നമുക്ക് നുണ പറയാതിരിക്കാൻ ശീലിക്കാം. നുണ പറഞ്ഞാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസിനെ കുറിച്ചൊക്കെ, അത് പല തലത്തിൽ നുണ പറയേണ്ടതായിട്ട് നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് നുണ പറയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള തത്വം. പിന്നീട് ഇതൊക്കെ ഈ പറഞ്ഞ ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ്, ലവിങ് കൈൻഡ്നെസ് ആൻഡ് നോൺ ഇഞ്ചുറി, ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ്, ഹോണസ്റ്റി ആൻഡ് നോൺ ലയിങ്, ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം കർമ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കർമ്മദോഷം നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കാൻ ഈ സ്വഭാവ രൂപീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മ എലിമിനേറ്റ് ചെയ്യപ്പെടും. നമുക്ക് വരാനിരുന്ന വലിയ വലിയ കർമ്മദോഷങ്ങളെ അത് ഒഴിവാക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കർമ്മദോഷത്തെ നമുക്ക് വേറൊരു രീതിയിൽ കാണാം. കർമ്മയെ പൊതുവെ ആളുകൾ അത് അപകടം പിടിച്ച, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കുന്ന ഒരു ശക്തിയാണെന്നുള്ള ധാരണയിലാണ്. പക്ഷെ കർമ്മ നമുക്ക് ഗുണകരമായി മാറ്റാൻ പറ്റുന്നത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ജനറോസിറ്റി ഉണ്ടായിരിക്കുക, ലവിങ് കൈൻഡ്നെസ് ഉണ്ടായിരിക്കുക, ജനറോസിറ്റി ഉണ്ടായിരിക്കുക, ഹോണസ്റ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഒക്കെ പിന്നീട് വലിയ വിത്തുകളായിട്ട് വളർന്ന് നമുക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സമ്പുഷ്ടമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ അത് സഹായിക്കും. ഇന്ന് വീണ്ടും പറയുകയാണ്, ഇന്ന് ഡിസംബർ 2. എല്ലാവർക്കും നല്ലത് വരാനായിട്ട് സർവേശ്വരനോടും ഗുരുക്കന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയട്ടെ. എന്നെ ശ്രവിച്ചതിന് നമസ്തേ.